സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ്. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഹെർബൽ ടീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 1-2 പേരെ വിളിച്ച് പറഞ്ഞു ഷുഗറിനെ കുറിച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ 1-2 എപ്പിസോഡ് നമുക്ക് ഷുഗറിനെ കുറിച്ച് പറയാനുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഷുഗറിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ടേബിൾ ഷുഗർ. ഇത് സുക്രോസ് എന്ന് പറയും, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസിൻ്റെ ഒരു യൂണിയനാണ് സുക്രോസ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടേബിൾ ഷുഗർ 2 പ്ലാന്റ്സിൽ നിന്നാണ് എടുക്കുക. ഒന്ന് നമ്മുടെ കരിമ്പ്, സക്കാറം. അത് സാധാരണ ചൂടുള്ള ക്ലൈമറ്റിലാണ് വളരുക, അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് എടുക്കുക. പിന്നെ രണ്ടാമത്തത് പഞ്ചസാര ബീറ്റ്റൂട്ട് എന്ന് പറയും. ബീറ്റ്റൂട്ട് തന്നെ അതിൻ്റെ വേറൊരു ഫോം പഞ്ചസാര ബീറ്റ്റൂട്ട്. അത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വളരുക. അത് നമ്മുടെ അത്ര കോമൺ അല്ല. അത് അതിൻ്റെ റൂട്ടിൽ നിന്നാണ് എടുക്കുക. അതിൻ്റെ കുടുംബ പേര് അമരാന്തേസി എന്നാണ് പറയുക. ഈ ഷുഗർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ. അതിപ്പോൾ മെഡിക്കൽ ആസ്പെക്റ്റിൽ ഉപയോഗിക്കാം, ബേക്കറി ഐറ്റംസിന് ഉപയോഗിക്കാം, കൺഫെക്ഷൻ, വലിയൊരു ഏരിയ ആണ്. എന്തായാലും കുറച്ച് ഷുഗർ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഓരോന്നായിട്ട് കയറാം. അതിൽ ആദ്യത്തെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വൈറ്റ് ഗ്രാനുലേറ്റഡ് ഷുഗർ. ഇതാണ് ഷുഗർ കെയിൻ അല്ലെങ്കിൽ ഷുഗർ ബീറ്റിൽ നിന്ന് എടുക്കുക ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഹൈലി റിഫൈൻഡ് ആണ്. എല്ലാ പർപ്പസിനും സാധനം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ വേറൊരു ഫോമാണ് കൽക്കണ്ടം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ധാരാളം കഴിച്ചിട്ടുള്ളതാണ് ഈ കൽക്കണ്ടം. ബ്ലോക്സ് ആയിട്ട് വരും. പിന്നെ ഈ കൽക്കണ്ടം പറയുമ്പോൾ ഒരു കൽക്കണ്ടം കൊണ്ട് ഓർക്കുക, പനം കൽക്കണ്ടം. ഇത് നമ്മളെടുക്കുക പാമേറ പാമയെന്നാണ്, കരിമ്പിനെ എന്നാണ് എടുക്കുക. ഇനി രണ്ടാമത്തെ ഷുഗറിൻ്റെ പേരാണ്, ഈ ഷുഗർ അതിൻ്റെ ഈച്ചവരുണ്ട്. രണ്ടാമത്തെ ഷുഗറിൻ്റെ പേരാണ് കാസ്റ്റർ ഷുഗർ. ഇത് ഫുള്ളായിട്ട് ഗ്രൈൻഡഡ് അല്ല, ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ട്, പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. ഇത് സിറപ്പിനും അതുപോലെ തന്നെ ഡെലിക്കേറ്റ് കേക്ക്സിനും നല്ലതാണ്. ഇനി മൂന്നാമത്തെ പൗഡേർഡ് അല്ലെങ്കിൽ ഐസിങ് ഷുഗർ. ആ പേര് തന്നെ ഗസ് ചെയ്യാൻ, ശരിക്കും പൊടി പോലെ ഗ്രാനുലേറ്റ് ഷുഗർ തന്നെയാണ്. ഇതിൽ കുറച്ച് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നതാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് കട്ട പിടിക്കുക. ഇത് ഫ്രോസ്റ്റിങ്സിനും ഗ്ലേസസിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇനി നാലാമത്തെ ബ്രൗൺ ഷുഗർ. പേര് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഗ്രാനുലേറ്റ് ഷുഗർ തന്നെയാണ്, പക്ഷേ ആഡഡ് മൊളാസസ് ഉണ്ട്. മൊളാസസ് തന്നെ ഈ ഷുഗർ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഒരു മോയ്സ്ചർ ടെക്സ്ചർ തരും, അതുപോലെ ഒരു ഡീപ്പ് കരാമൽ ഫ്ലേവർ കൊടുക്കും. ഇനി റോ ഷുഗർ നമ്മുടെ കയ്യിലില്ല. റോ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് പ്രോസസ്ഡ് ആണ്. അതൊരു പെയിൽ യെല്ലോ ആണ്, തിൻ ഫിലിം ഓഫ് മൊളാസസ് ഉണ്ടാവും. ഇനിയുള്ള ജാഗരി, നമ്മുടെ ചക്കര ജാഗരി. ഇത് ഒരു അൺറിഫൈൻഡ് ആയിട്ടുള്ള ട്രഡീഷണൽ കെയിൻ ഷുഗർ അല്ലെങ്കിൽ പാം ഷുഗർ എന്നാണ് കൂടുതൽ എടുക്കുക. അത് നാച്ചുറൽ മിനറൽസ് ഉണ്ട്. ഇനിയുള്ളത് നമ്മുടെ കോക്കനട്ട് ഷുഗർ. കോക്കനട്ട് ഷുഗർ എടുക്കുക, ഒരു നമ്മുടെ കോക്കനട്ട് പാമിൽ നിന്നാണ് കോക്കനട്ട് പാം ഫ്ലവറിൻ്റെ കട്ട് എൻഡിൽ നിന്നാണ് എടുക്കുക. മിനിമലി പ്രോസസ്ഡ് ആണ്. ഇനി ഇത് വിട്ടിട്ടാണ് സ്റ്റീവിയം, മോങ് ഫ്രൂട്ട് ഷുഗർ. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.